യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോസ് ഉണ്ട് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആവും. കാരണം ഒരു തേങ്ങ അറിയാണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോസ് ഇടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഹലോ ഗൈസ്, അങ്ങനെ പറഞ്ഞ പോലും എനിക്ക് ശീലമില്ല. ഞാൻ പൊതുവെ പറയാറുണ്ട് എനിക്ക് അങ്ങനെ വലിയ ഐഡിയ ഒന്നുമില്ല, അതെങ്ങനെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് അതൊന്നും പറഞ്ഞ് എനിക്ക് അങ്ങനെ വലിയ ശീലമാണ്. ആദ്യമേ തന്നെ ഞാൻ പറയാം, അത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. കാരണം അപ്പുറത്തെ വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കും, അതുകൊണ്ട് ഭയങ്കര സൗണ്ട് ആയിരിക്കും, ക്ലാരിറ്റി ഭയങ്കര കുറവായിരിക്കും. ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഈ വീഡിയോയ്ക്ക് അതിൻ്റെതായിട്ടുള്ള എല്ലാ പോരായ്മകളും ഉണ്ടാവും. ഞാനൊരു എക്സ്പേർട്ട് അല്ല, എനിക്ക് വ്ളോഗ് എടുത്ത് അങ്ങനെ ശീലമില്ല. ഒരു ട്രൈപോഡ് ഇങ്ങനെ പിടിച്ച് ഫോണിൽ ഇങ്ങനെ നോക്കി സംസാരിച്ചുള്ളൊരു ശീലം എനിക്കില്ല. അത് ആദ്യമേ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം ഈ വീഡിയോ കാണുക. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എനിക്ക് ഇന്നേ വരെ അതിൻ്റെ ഒരു ധൈര്യം കിട്ടിയിട്ടില്ല. ഒരു ചാനൽ തുടങ്ങാനും അല്ലെങ്കിൽ ഇതേപോലെ ക്യാമറയും ട്രൈപോഡൊക്കെ പിടിച്ച് ഫോണിൽ ഷൂട്ട് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ കുറച്ച് എന്താ പറയുക വെകളിത്തരമൊക്കെ കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. വെകളിത്തരം മീൻസ് ഞാൻ ചെറുപ്പത്തിലെ ഭയങ്കര കുരുത്തക്കേടായിരുന്നു എൻ്റെ വീട്ടുകാരും ഫാമിലീസിലുള്ള എല്ലാവരും പറയും. ആ കുരുത്തക്കേടുകളെല്ലാം ഞാൻ ഇപ്പോഴും കാണിക്കും. ഈ തലകുത്തി മറിയുക, മതിലിന് കൊണ്ടേ വലിഞ്ഞു കയറുക, അങ്ങനെ ഒരു കുരുത്തം കെട്ട ചെറുക്കനാണ് ഞാൻ. ഞാൻ മൊത്തത്തിലൊരു വെകളിയാണ്. എന്നുവെച്ചാൽ അങ്ങനെ അലമ്പായിട്ടല്ല, എന്നാലും സ്റ്റിൽ ഇന്നലെയാണ് ഞാൻ മെനഞ്ഞാന്നാണ് ഞാൻ ശരിക്കും ഇങ്ങനെ ഒരു വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഞാനിങ്ങനെ എപ്പോഴും ക്യാമറയെ നോക്കി സംസാരിക്കുന്ന ഒരു വ്യക്തി അല്ലാത്തത് കൊണ്ടും എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് ഉള്ളത് കൊണ്ടും മേ ബി ഈ വീഡിയോ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ബെറ്റർ ആയേക്കാം. അപ്പൊ ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്, ഇന്നലെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് വീട്ടിൽ. എനിക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്, കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഇന്നലെ എന്റെ വീട്ടിൽ ഷിയാസ് വന്നിട്ടുണ്ട്. ഡെയിലി എന്റെ വീട്ടിൽ പയ്യന്മാരുണ്ടാവും. ഞാൻ ആലപ്പുഴയിൽ വരുന്ന ദിവസങ്ങളിലെല്ലാം എന്റെ വീട്ടിൽ കൂട്ടുകാരന്മാരുണ്ടാവും, ആരെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നലെ ഒരു 6 പയ്യന്മാർ എന്റെ വീട്ടിലുണ്ടായിരുന്നു. രാത്രി എല്ലാവരും അവരുണ്ടായിരുന്നു. പിന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പകുതി പേര് പോയി. അതിലൊരുത്തൻ എന്റെ വീട്ടിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അവനുണ്ട്, അകത്തുണ്ട്. അപ്പോൾ അറിയാലോ, നമ്മള് വീട്ടില് പയ്യന്മാര് വന്നു കഴിയുമ്പോഴത്തേക്ക് എന്തായാലും അലങ്കോലവും, നമ്മുടെ റൂമെല്ലാം അലങ്കോലവും. അപ്പൊ ഇന്നിപ്പോ ചെയ്യാൻ പോണ പരിപാടി എന്ന് വെച്ചാൽ റൂം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്, പിന്നെ എന്റെ തുണിയൊക്കെ ഒന്ന് വാഷ് ചെയ്യാനുണ്ട്, പിന്നെ ഷിയാസ് വന്നിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ള പയ്യന്മാരെല്ലാരും കൂടെ വരും. അപ്പോൾ അവർക്കേട് ഇരിക്കുക, ചില്ല് ചെയ്യുക. കാരണം എനിക്ക് ഇപ്പൊ ജോലിയില്ല, എനിക്ക് ജോലിയുണ്ട്, ഞാൻ വർക്കിംഗ് ആണ്. ഞാൻ കാറ്ററിംഗ് സർവീസ് വാപ്പാടെ കൂടെ കാറ്ററിംഗിന്റെ പരിപാടിക്ക് പോകുന്നുണ്ട്. പിന്നെ കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ ബിരിയാണി വെക്കാൻ കല്യാണത്തിന് അടിപൊളി പരിപാടിയാണ്. പക്ഷെ എന്റെ വാപ്പായും ചേട്ടനും ആ ഫീൽഡിൽ തന്നെ. അപ്പൊ എനിക്ക് അതിലോട്ട് ഇറങ്ങാൻ ചെറുപ്പം തൊട്ട് അങ്ങനെ വലിയ ആഗ്രഹം തോന്നിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതിലോട്ട് ഇറങ്ങിയിട്ടില്ല. ബാക്കി അല്ലാതെ ഞാൻ 8 വർഷമായിട്ട് എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. എന്റെ ഉമ്മ താഴെ നിന്ന് ചിരിക്കുന്നത് കൈസ്. എന്റെ ആദ്യത്തെ ഇൻസെക്യൂരിറ്റി മേരാ മമ്മി. ഞാൻ ആദ്യം ഈ വ്ളോഗിങ് തുടങ്ങുന്ന ടൈമിൽ ഞാൻ ആദ്യം ഫോണിൽ ക്യാമറ ഓൺ ആക്കിയിട്ട് ഉമ്മ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞാനൊരു വ്ളോഗിങ് തുടങ്ങുക. അപ്പൊ ഞാൻ ഇതേപോലെ ഈ ട്രൈപോഡും പിടിച്ചിട്ട് ഞാൻ ഈ തേരാപ്പാര വീട്ടിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എടുത്ത് വായിക്കാൻ എടുത്തോളം പോടാ, വല്ല പണിക്കും പോടാ, നിർത്തി പോടാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ തളരില്ല. അങ്ങനെയുള്ള വാക്കുകളൊന്നും എൻ്റെ അടുത്ത് ആര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൈൻഡ് ചെയ്യുന്നതായിരിക്കില്ല ഗൈസ്. സോ നെവർ മൈൻഡ്. ഒരുപാട് പേര് ഇഷ്ടംപോലെ രീതിയിൽ പല രീതിയിൽ തളർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തളർച്ചകളിലൊന്നും വീഴാത്തൊരു വ്യക്തിയാണ്. ഞാൻ കുറച്ച് സ്ട്രോങ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതിലൊന്നും ഞാൻ വീഴില്ല. താഴെ നിന്നുമ്പോ നോക്കുന്നുണ്ട്, അവരെന്നെ നോക്കി ഒരു ആക്കി ചിരിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നെവർ മൈൻഡ്. എന്റെ കൂടെ വീഡിയോസ് എടുത്തു തരാനായിട്ട് ആൾക്കാരൊന്നുമില്ല. ഞാൻ തന്നെയാണ് എന്റെ വീഡിയോസ് എടുക്കുന്നത്, എഡിറ്റ് ചെയ്യുന്നത്. ഞാനെല്ലാം ഫോണിൽ കൂടെയാണ് ചെയ്യുന്നത്. ഞാൻ iPhone XR വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു ട്രൈപോഡ് ഉണ്ട് ഡിജിടെക്കിന്റെ. പിന്നെ ഏതാണ്ട് ഒരു 1000 rupees അടുത്ത് വന്നു. പക്ഷെ നല്ലൊരു ട്രൈപോഡാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പാത്തൂത്തടുത്ത് പോയി. പാത്തൂത്ത, ഞാൻ യൂട്യൂബ് ചാനൽ എന്ന് അറിയാമോ? ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ എന്താ അഭിപ്രായം? വീഡിയോസ് എടുക്കട്ടെ, ഡെയിലി വ്ളോഗ്സ് എടുക്കട്ടെ? എല്ലാവരുടെയും നീ എല്ലാരെയും കാണിക്കേണ്ട. ഇതാണ് പാത്തൂത്ത, നമ്മുടെ വീടിന്റെ അപ്പുറത്ത് താമസിക്കുന്നത്. ഉമ്മയുടെ കൂട്ടുകാരി അബിയ. ഈ വീട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മയുടെ അബിയായി പാത്തൂത്ത. ഒരു ഹലോ പറഞ്ഞു. ഹലോ. എല്ലാരും കോമഡി ആയിട്ട് എന്നെ നോക്കി ചിരിക്കുക. കേട്ടാ പറ ലൈവ് എന്താ അഭിപ്രായം? എന്താ ഞാനിങ്ങനെ ഇതൊക്കെ പിടിച്ചിങ്ങനെ നടക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? അതെ, അതിനോടൊന്നും ഉമ്മാക്ക് താല്പര്യമില്ല. പക്ഷെ എനിക്ക് നല്ല താല്പര്യമുണ്ട്. താല്പര്യം ഉണ്ടായിട്ടല്ല കൈസ്, തുടങ്ങണമെന്നൊരു ആഗ്രഹത്തിൽ ഞാൻ തുടങ്ങിയത്. വാട്ടെവർ ഇറ്റ് ഈസ്. ഇവിടെ വേറൊരുത്തൻ കിടന്ന് ചിരിക്കുന്നുണ്ട്, അവനെ കാണിച്ചു തരാം. ഹലോ. ഹലോ. അതെ, ഞാനൊരു കഥ പറഞ്ഞുതരാം. എഴുതിരിക്കും എല്ലാവരും കഥ പറഞ്ഞുതരാം. എത്ര ദിവസത്തെ വന്നാ ഞാൻ കണക്കിട്ടില്ല. ഓക്കെ,
വളരെ ചെറുപ്പം തൊട്ട് ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഞാൻ ആലപ്പുഴ സ്വദേശിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടുകാരുടെ സ്ഥലം ആലപ്പുഴയാണ്. പാപ്പ ഉമ്മ എല്ലാരും ഇവരെല്ലാരും ആലപ്പുഴക്കാരാണ്. ഓക്കെ, പാപ്പയുടെ ഫാമിലി ആലപ്പുഴയാണ്, ഉമ്മയുടെ ഫാമിലി ആലപ്പുഴയാണ്, പിന്നെ ഇവൻ ആലപ്പുഴക്കാരനാണ്. ഞാൻ ജനിക്കുന്നത്, വളരുന്നത്, പഠിക്കുന്നത് +2 വരെ എന്റെ ലൈഫ് ട്രിവാൻഡ്രത്തായിരുന്നു. സോ ബേസിക്കലി ഞാനൊരു ട്രിവാൻഡ്രംകാരനാണ്. ഓക്കെ, പിന്നെ വീട്ടുകാരുടെ സ്ഥലം ആലപ്പുഴ ആയതുകൊണ്ട് ആലപ്പുഴക്കാരൻ എന്നും പറയാം. എനിക്കതെങ്ങനെ ക്ലിയർ ആയിട്ട് പറയണമെന്ന് അറിയാൻ പാടില്ല. സോ ഇതാണ് അതിന്റെ സത്യാവസ്ഥ. അപ്പൊ എന്റെ കുടുംബ വീട് ആലപ്പുഴയിലാണ്. ആലപ്പുഴ വണ്ടാനം എന്ന് പറയും, മെഡിക്കൽ കോളേജിന്റെ അടുത്തായിട്ട് വരും. അപ്പോ എന്റെ കസിൻസ്, എന്റെ അനിയന്മാര്, ചേട്ടന്മാര് എല്ലാരും ഉള്ളത് വണ്ടാനത്താണ്. എന്റെ ഓർമ്മ വെച്ച സമയം തൊട്ടുള്ള ഒരു കൂട്ടുകാരൻ്റെ ഈ ഇരിക്കുന്നത്, ഇവന്റെ പേരാണ് ഷിഹാസ്. ഞാൻ ഈ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയത്തില്ല, അതേപോലെ ഒരു സാധനം. അതിൽ ഈ വണ്ടാനം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇത്രയും നാളായിട്ട് എനിക്കൊരു കോണ്ടാക്ട് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ വീട്ടിൽ വരുന്നതാണെങ്കിലും ഇന്നേ ഒരു ബ്രേക്ക് വരാത്തൊരു ഫ്രണ്ട്ഷിപ്പാണ് ഇവനുമായിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ പറയാൻ എനിക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഓരോ കഥകളുണ്ട്. അതില് ആലപ്പുഴ വരുമ്പോ എന്റെ ഫസ്റ്റ് എന്താ പറയാ, ഞാൻ ഫസ്റ്റ് വിളിക്കുന്നതാണെങ്കിലോ അല്ലെങ്കിൽ എന്തൊരു കാര്യം വന്നാലും ആദ്യം വിളിക്കുന്നത് ഇവനെയാണ്. പിന്നെ ഇവന് ശേഷം ഇപ്പൊ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ആലപ്പുഴയിൽ. അപ്പൊ അതാണ് ഇവനായിട്ടുള്ള സംഭവം. പിന്നെ അതിലും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് വഴിയെ പറഞ്ഞു തരാം. ഇതിപ്പോ തുടക്കം ആയതുകൊണ്ട് എനിക്കും ഇതിന്റെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് എങ്ങനെയാണ് പറഞ്ഞതെന്നുള്ളത് അറിയാൻ പാടില്ല. അവന് അതിനെ പറ്റിയുള്ള വലിയ ഐഡിയാസ് ഒന്നും ഇല്ല. അവൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് അവരുടെ അടുത്ത് ഒരു 10 തവണ ചോദിച്ചോളാം വീഡിയോ എടുക്കണോ, എന്താ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇന്നലെ തൊട്ടേ ഈ യൂട്യൂബിന്റെ കണ്ടന്റ്സ്, മറ്റേ ഈ ലൈവ് സ്ട്രീമിൽ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചുമ്മാ ഇരുന്ന് സംസാരിക്കും. ഇതിന്റെ ABCD ഒന്നും നമുക്കറിയത്തില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ തൊട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കരുത് അവൻ്റെ അടുത്ത് ചോദിച്ചോളാം, ഞാൻ വീഡിയോ എടുക്കട്ടെ, എന്തായിരിക്കും നിന്റെ അഭിപ്രായം എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു ശരി നീ എങ്കിൽ പിന്നെ എടുക്കുക, അവന്റെ സപ്പോർട്ട് വന്നു. അപ്പൊ പിന്നെ ഞാൻ ഓക്കെ എടുക്കാന്ന് കരുതി. അപ്പോഴും എന്റെ മനസ്സിൽ വരെ ഡിം 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 എന്ന് പറഞ്ഞൊരു സാധനം കിടപ്പുണ്ട്. അത് എത്രമാത്രം ക്ലിയർ ആണെന്നത് എനിക്ക് അറിയത്തില്ല. ഫസ്റ്റ് വീഡിയോസ് എടുക്കുന്നതിൽ ഒരു ഇൻസെക്യൂരിറ്റിയും അതിൻ്റെതായിട്ടുള്ള പോരായ്മകളെല്ലാം ഈ വീഡിയോയിൽ ഉണ്ടാവും. അപ്പോ എനിക്കറിയില്ല, സത്യമായിട്ട് എനിക്ക് അറിയാൻ പാടില്ല ഒരു വ്ളോഗിങ് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോസ് ഉണ്ട് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആവും. കാരണം ഒരു തേങ്ങ അറിയാണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോസ് ഇടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, ഞാൻ ഇതിനു മുന്നേ ഷോർട്സില് മറ്റേ പാട്ട് പാടുന്ന വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അല്ലാണ്ട് ഞാൻ ഇതേപോലെ വ്ളോഗ് ഒന്നും എടുത്തിട്ടില്ല. വ്ളോഗ് മീൻസ് ഈ ബിരിയാണി പണിക്ക് പോകുമ്പോഴത്തേക്കും ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അതിനെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഇടുക എന്നുള്ളതല്ലാണ്ട് വേറൊരു പരിപാടി ഞാൻ ചെയ്തിട്ടില്ല ഇതേപോലെ. അപ്പൊ അതിൻ്റെതിലുള്ള എല്ലാ പോരായ്മകളും ഉണ്ട്. സോ ഒരു യൂട്യൂബർ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്ന് മേ ബി ചിലപ്പോ എന്റെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായേക്കാം. അപ്പൊ ഇത്രയൊക്കെയാണ്. അപ്പൊ ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്, ബാക്കിയെല്ലാം നമുക്ക് എനിക്ക് ഇത്രയും പറയാൻ തോന്നുന്നുള്ളൂ. ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വഴിയെ പറഞ്ഞു തരാം. ഇന്ന് കുറച്ച് പരിപാടി ഉണ്ട്. അപ്പൊ ഇന്നലെ കൂട്ടുകാരന്മാർ എപ്പോൾ കൂട്ടുകാർ വന്നു കഴിഞ്ഞാൽ വീട് റൂം അലമ്പുണ്ട്. അപ്പൊ ഇന്ന് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്, പിന്നെ തുണി കഴുകിടാനുണ്ട്. അതിനുശേഷം വീണ്ടും കുറച്ച് പയ്യന്മാരൊക്കെ വരും. അപ്പൊ നമ്മൾ രാത്രി വരെ ഇവിടെ ഫുള്ള് ചില്ലിങ് ആയിരിക്കും. ചില്ലിങ് മീൻസ് ഇവിടെ മാറിയിരിക്കുക, ഇതേപോലെ ഫോണിൽ കുത്തുക, അവിടെ കിടക്കുക, ഇവിടെ കിടക്കുക. ഇന്നലെ രാത്രി 6 പേരായിരുന്നു. ഇന്നലെ രാത്രി മൊത്തം ഇവിടെ 6 പേരുണ്ടായിരുന്നു. ഒരുത്തന്റെ ഇവിടെ ആ ബാഗിൽ, അത് ഷിയാസിന്റെ ബാഗ്, അവിടെ തല വെച്ചിട്ടൊക്കെ ഒരുത്തൻ അവന്റെ പെണ്ണോട്ട് ഫോണിൽ സൊള്ളി കിടക്കുമായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഇപ്പോഴത്തെ സാഹചര്യം. ഞാൻ ചെയ്യാത്ത ജോലി ഒന്നുമില്ല. ഞാൻ എല്ലാ സ്ഥലത്തും പോയി ഇഷ്ടംപോലെ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൽ ഒരിടത്തും കൺസിസ്റ്റന്റ് ആയിട്ട് നിന്നിട്ടില്ല. ഞാൻ ആകെ കൺസിസ്റ്റന്റ് ആയിട്ട് നിന്നിട്ടുള്ളത് 3DX Media എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ആർട്ട് ഡയറക്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. ആർട്ട് ഡയറക്ടർ ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ശരിക്കും അവിടെ ഒരു ഓഡീഷന് പോയതാണ്. ഓഡീഷന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ സെലക്ട് ആയി. ഓൾറെഡി എന്റെ ഫ്രണ്ട്സ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. സോ അത് വിട്ടേരെ, ഞാനൊരു 3 വർഷം കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തൊരു സ്ഥലം 3DX Media ആയിരുന്നു. ഓക്കെ, അതിനുശേഷം അവിടെ വെച്ച് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടുന്ന് റിസൈൻ ചെയ്തു, അവിടുന്ന് ഇറങ്ങി. ശേഷം ഞാൻ കുറച്ചാൾ വർക്ക് ചെയ്യുന്നത് ടോണിക്കോ എന്ന് പറയുന്ന ഒരു കെഫേയിലായിരുന്നു. ഓക്കെ, അവിടെ ഒരു 3 വർഷം ഞാൻ ഉണ്ടായിരുന്നു. സോ എന്റെ ലൈഫിൽ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്രയും നാളും വർക്ക് ചെയ്ത 2 സ്ഥലം അത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം പിന്നെ ഞാൻ യൂബറിന്റെ പരിപാടിയായി, പിന്നെ യൂബർ കാർ ഡ്രൈവറിന്റെ പരിപാടിയായി, പിന്നെ എല്ലാ പണിയും ഞാൻ ചെയ്യും. എനിക്ക് ഓൾമോസ്റ്റ് എനിക്ക് കുറെ പരിപാടികളുണ്ട്. അപ്പൊ ഇതെല്ലാം ഞാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇപ്പൊ നിലവിൽ ഞാനൊരു ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കാർ ബുക്ക് ചെയ്തു. ആ കാർ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആലപ്പുഴ വന്ന് കഴിഞ്ഞ 3 മാസമായിട്ട് നിൽക്കുന്നത്. അപ്പൊ അതിനൊരു ചെറിയ ഡിലേ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ വണ്ടി എന്തായാലും അടുത്ത മാസം ഇറങ്ങും. വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും എറണാകുളത്തേക്ക് പോകും. ഞാൻ എറണാകുളത്താണ്. എനിക്ക് എറണാകുളം വിട്ടൊരു കളിയില്ല. എനിക്ക് അവിടെയാണ് ഇഷ്ടം. എനിക്ക് ട്രിവാൻഡ്രം ബേസിക്കലി അവിടെയുള്ള ആൾക്കാർ ഓക്കെ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ആ സ്ഥലത്തിനോട് കുറച്ച് എതിർപ്പുകളുണ്ട്. എന്റേതായിട്ടുള്ള കുറച്ച് ട്രോമാസ് കാര്യങ്ങളെല്ലാം ബിൽഡ് ആയത് ആ ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ എനിക്ക് ട്രിവാൻഡ്രം ആയിട്ടുണ്ട്. ഞാൻ അങ്ങനെ അധികം നാളായി, കുറച്ച് നാളായി ഇപ്പൊ അങ്ങോട്ട് പോയിട്ട്. സോ കറന്റ് ഞാൻ 8 വർഷമായിട്ട് ഇപ്പൊ എറണാകുളത്താണ് മൊത്തത്തിൽ നിൽക്കുന്നതും എല്ലാ കാര്യങ്ങളെല്ലാം അവിടെയാണ്.
അപ്പൊ ഇനി വണ്ടി ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും മേ ബി അടുത്ത മാസം തൊട്ട് ഞാൻ വീണ്ടും എറണാകുളത്തോട്ട് പോകും. അപ്പൊ അതിനുശേഷം നമുക്ക് എറണാകുളത്തുള്ള കുറെ ഫ്രണ്ട്സിനെ പരിചയപ്പെടാം, ആലപ്പുഴ വരുമ്പോൾ ഇവിടെയുള്ള കുറെ ഫ്രണ്ട്സിനെ പരിചയപ്പെടാം, ഞാൻ ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ അവിടെയുള്ള എന്റെ കുറച്ച് ഫ്രണ്ട്സിനെ കാണിച്ചു തരാം. എനിക്കുള്ള ഫ്രണ്ട്സിനെയൊക്കെ നമുക്കിങ്ങനെ മെല്ലെ 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 പരിചയപ്പെട്ട് വരാം. ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്, കുറെ പേരെ നമുക്ക് പരിചയപ്പെടാം. ഞാനൊരു സംസാരപ്രിയനാണ്. ഓക്കെ, ഞാൻ എന്തെങ്കിലും സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലെക്കും ബ്രേക്കും ഇല്ലാത്ത രീതിക്കൊക്കെ ആയിരിക്കും ഞാൻ സംസാരിക്കുന്നത്. കാരണം എനിക്ക് അതിന്റെ ഇതറിയില്ല. ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നിന്ന് തെന്നി മാറി അടുത്ത കാര്യത്തിലോട്ടൊക്കെ പോകും. അത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് പോയി ഇനി റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തുണിയൊക്കെ ഒന്ന് വാഷ് ചെയ്യാനിട്ടിട്ട് പിന്നെന്ത് ചിലപ്പോൾ പുറത്തോട്ട് പോകും, അല്ലെങ്കിൽ പുറത്തോട്ട് പോകില്ല, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ആയിരിക്കും. അപ്പൊ ഇനി എന്തായാലും നമുക്ക് നോക്കാം. ചിലപ്പോൾ ഇതായിരിക്കും ഞാൻ ഇനി പോസ്റ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോ ഇത്ര മാത്രം ഉണ്ടാവുള്ളായിരിക്കും. ഞാൻ ഈ തുണി കഴുകാൻ പോകുന്നതൊന്നും ഞാൻ ഇടത്തില്ല. കാരണം എനിക്ക് ഈ സാധനം പിടിച്ചുകൊണ്ട് അതെല്ലാം കൊണ്ടേ വാരിയിട്ട് റൂമെല്ലാം ക്ലീനിങ് നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് മേ ബി ഇത്ര ഉണ്ടാവുള്ളായിരിക്കും ഈ വീഡിയോ. അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടെ ഓരോ വീഡിയോസിലും 1% ബെറ്റർ ആക്കുന്നതായിരിക്കും നല്ലതെന്ന് ആരോ പറഞ്ഞതായിട്ട് ഞാൻ ആരോ പറയുന്നത് കേട്ടു. ഓക്കെ, അതൊരു യൂട്യൂബിൽ കൂടെ ഞാൻ കണ്ടൊരു വീഡിയോ ആണ്. അപ്പൊ എന്തായാലും എല്ലാ വീഡിയോസിലും എന്നെ കൊണ്ട് പറ്റുന്നത്ര ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പൊ എന്തായാലും ഇതുവരെ ഇപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യട്ടെ. നമുക്കിനി പിന്നെ കാണാം. അപ്പൊ